രാവിലെ തന്നെ ഞാൻ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലവറുകളൊക്കെ ഒന്ന് നോക്കി നടക്കുകയാണ് കേട്ടോ. ഇന്ന് റെഡ് കളർ മാത്രം ഞാൻ നോക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നോക്കിയപ്പോൾ ഇതാ റെഡ് മുളകൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതായത് പച്ചമുളകൊക്കെ പഴുത്ത് ഈ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ നമുക്ക് ഒരു ലോങ് ജേണി ഉണ്ടായിരുന്നു. മലപ്പുറം വരെയാണ് പോയിരുന്നത്. അപ്പോൾ കാർ ആകെ പൊടി പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രമേശ് ചേട്ടൻ എന്താ കഴുകി തുടച്ച് നല്ല ക്ലീൻ ആക്കി നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ഒരു കീ സൗണ്ട് കേട്ടത്. ആ ഹോണടി കേട്ടതും രമേശ് ചേട്ടൻ കാറ് കഴുകുന്നതൊക്കെ അവിടെ ഇട്ടും കഴിഞ്ഞ് ഓടി ചെന്നും കഴിഞ്ഞത് ആ കുട്ടിയെ തടഞ്ഞു നിർത്തിയിട്ടാ. അപ്പോൾ ഈ കുട്ടി ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അജ്മലാണ് കേട്ടാ. നമ്മൾ 3-4 ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമുക്ക് പിടി തരാതെ പോവായിരുന്നു അജ്മല്. കാരണം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഈ കുട്ടി കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ കാര്യം എന്നല്ലേ, ഞങ്ങൾ വീട്ടമ്മമാർക്ക് ഒരു സന്തോഷ വാർത്ത എന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിലേ ഇങ്ങനെ നോട്ടീസ് ഇട്ട് പോയിരുന്നു കേട്ടോ. കാരണം നമുക്ക് തിരക്ക് പിടിച്ച ജീവിതമാണല്ലോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് രാവിലത്തെ പലഹാരങ്ങൾ മിതമായ നിരക്കിൽ ഈ കുട്ടി വിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് പാലപ്പം 3 രൂപ, വെള്ളയപ്പം 4, പത്തിരി 3, ചപ്പാത്തി 3, ഇടിയപ്പം 4, പൊറോട്ട 7 കേട്ടോ. അപ്പോൾ എന്താ വാങ്ങണ്ടേന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു പൊറോട്ട മതിയെന്ന്. അങ്ങനെ നമുക്ക് പൊറോട്ടയൊക്കെ തരുന്നുണ്ട് കേട്ടോ. മാളയിലെ ഒരു വീട്ടിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലാതെ ഷോപ്പിലല്ല കേട്ടോ. അപ്പോൾ കീന്ന് ഹോണടിയോട് കൂടി 7 മണിക്കാണ് കേട്ടോ നമ്മുടെ പടിക്കലിലൂടെ പോകുന്നത്. പിന്നെ ഇനി കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഉള്ളിക്കറി, സവാളക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. 3-4 സവാള എടുത്തിട്ടുണ്ട്. നേരത്തെ പറിച്ച ഒരു പഴുത്ത മുളകും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പൊടികൾ കേട്ടോ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തും കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് തന്നെ വഴറ്റാണ് കേട്ടോ. അങ്ങനെ സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മീറ്റ് മസാലയും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ചൂടുവെള്ളവും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം കൂടി ചേർത്ത് കഴിയുമ്പോൾ ഈ സവാള അങ്ങനെ കടിക്കാൻ കിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിടന്നോളും. അങ്ങനെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ മുട്ടയ്ക്കാണെങ്കിൽ യാതൊരു ക്ഷാമവും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ നാടൻ മുട്ട ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നും കിടന്നും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേവട്ടെ. അങ്ങനെ നമുക്ക് പൊറോട്ടയ്ക്കൊപ്പം കൂട്ടി കഴിക്കാനായിട്ട് ഇന്ന് സവാളക്കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ കട്ടൻ ഒരു കവിള അങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ പൊറോട്ടയ്ക്ക് ഇപ്പോഴും നല്ല ചൂടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒരു കഷ്ണം അങ്ങോട്ട് എടുത്ത് സവാളക്കറിയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കുകയാണ് കേട്ടോ. സത്യം പറയാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ ചൂടുള്ളതും നല്ല മിനുസായിട്ടൊക്കെയുള്ള ആ പൊറോട്ട കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ രമേശ് ചേട്ടനും ഇതേ അഭിപ്രായം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് എന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടൊന്നും പറ്റിയെന്നൊന്നും വല്ലപ്പോഴും വല്ല അസുഖ നിമിത്തമോ അല്ലെങ്കിൽ നമുക്ക് വല്ല യാത്ര പോകേണ്ട കാരണമോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കിങ്ങനെ അജ്മലിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം അല്ലേ.